നമസ്കാരം. മലയാളികളുടെ സ്വന്തം ഭാനുമതിയെ മലയാളികൾക്ക് മറക്കാനാകുമോ? നടി, നർത്തകി, സംവിധായിക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തയായ തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് രേവതി. 1983 തമിഴ് സിനിമാ ലോകത്ത് തുടങ്ങിയ യാത്ര സിനിമയുടെ എല്ലാ മേഖലകളിലും കഴിവ് തെളിച്ച് ഇപ്പോഴും ആ യാത്ര തുടരുകയാണ്. ആൺകിളിയുടെ താരാട്ട്, കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, വരവേൽപ്പ്, ദേവാസുരം, മായാമയൂരം, അഗ്നിദേവൻ എന്നിവയാണ് രേവതിയുടെ പ്രധാന മലയാള സിനിമകൾ. 4 പതിറ്റാണ്ട് കാലത്തോളം സിനിമയിൽ സജീവമായി നിലനിൽക്കാൻ കാരണം രേവതിക്ക് തന്റെ തൊഴിലിനോടുള്ള അഭിനിവേശം ഒന്ന് മാത്രമാണ്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള രേവതി വെറും നായികയായി അഭിനയിക്കുകയായിരുന്നില്ല, ഭാനുമതിയെ പോലുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ജീവിക്കുകയുമായിരുന്നു. ഇപ്പോഴിതാ രേവതിയുടെ ഒരു പഴയ അഭിമുഖത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. തന്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒരു മകൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാലത്തെ പറ്റിയുമൊക്കെ രേവതി ജോലി ലൂക്കോസുമായി നടത്തിയ അഭിമുഖത്തിൽ പറയുന്നു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 20ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് കല്യാണം കഴിച്ചത്. സ്നേഹിച്ച ആളെ തന്നെയാണ് കിട്ടിയത്. അമ്മയുടെയും അച്ഛന്റെയും പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു വിവാഹം. അവർ ഓക്കെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ കാത്തിരുന്നേനെ. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കുടുംബം അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എന്റെ അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ച് ഞാൻ ജീവിക്കില്ല, അത് തീർച്ചയാണ്. അങ്ങനെ സുരേഷും ഞാനും കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് സുന്ദരമായ ഒരു ജീവിതമായിരുന്നു. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. പക്ഷെ എപ്പോഴോ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റില്ല എന്ന് 2 പേർക്കും തോന്നിയപ്പോൾ ആദ്യം പറഞ്ഞത് സുരേഷിന്റെ അമ്മയുടെ അടുത്താണ്. പിന്നെ എന്റെ കുടുംബത്തിലും ഞങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞു. അവർ അംഗീകരിച്ചപ്പോൾ നിങ്ങൾ അതിനായി ഒന്നുകൂടി ശ്രമിക്കാനായിരുന്നു അവരുടെ നിർദ്ദേശം. ഞങ്ങൾ 5-6 വർഷം കൂടി അതിനായി ശ്രമിച്ചിരുന്നു. പക്ഷേ വർക്കൗട്ട് ആകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പിരിഞ്ഞത്. നല്ല സുഹൃത്തുക്കളിൽ നിന്ന് ശത്രുതയിലേക്ക് മാറുന്നതിന് മുൻപ് പിരിയുമെന്നതാണ് നല്ലത്. വിവാഹവും സൗഹൃദവും വേറെയാണ്. അങ്ങനെ ഒന്നിച്ച് ഇനിയും ജീവിക്കണമെന്ന് തോന്നിയില്ല. സ്വയം സത്യസന്ധത പുലർത്തുന്നതല്ലേ നല്ലത്. അതിനാലാണ് 2 പേരുടെയും തീരുമാനത്തോടെ വേർപിരിഞ്ഞതെന്ന് നേരെ ചൊവ്വെ അഭിമുഖത്തിൽ രേവതി പറഞ്ഞു. ഇപ്പോഴും കാണാറും സംസാരിക്കാറുമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപ് നടി പറഞ്ഞിട്ടുണ്ട്. വേർപിരിഞ്ഞ് ജീവിക്കുന്നതിൽ ഞങ്ങൾ 2 പേരും കുറെ കൂടി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. വിവാഹത്തിൽ കോംപ്രമൈസ് വേണം. ഞങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതിരുന്നതിനാൽ പിരിഞ്ഞതിൽ വേറെ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. കുട്ടികളില്ലാത്തതും ഒരു കാരണമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പിരിഞ്ഞു കഴിയുക എന്നത് ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഒരു 5 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സംസാരിച്ചു, തിരിച്ചു വരണമോ എന്നത് സംബന്ധിച്ച്. പക്ഷെ അപ്പോഴും അത് വേണ്ട എന്നാണ് ഞങ്ങളെടുത്ത തീരുമാനം. മക്കളില്ലാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നുവെന്ന് അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി രേവതി പറഞ്ഞു. ഒരു സമയത്ത് അതിനെക്കുറിച്ച് വരെ വളരെ ഗൗരവമായി തന്നെ ആലോചിച്ചിരുന്നു. വേണ്ടെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ഒടുവിൽ. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതേസമയം മറ്റു പല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എന്നെ സംതൃപ്തമാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ധൈര്യം എനിക്കുണ്ട്. കുഞ്ഞുണ്ടാകാൻ ഇക്കാലത്ത് കൃത്രിമ ബീജസങ്കലനം പോലുള്ള പല മാർഗങ്ങളുണ്ടല്ലോ. എന്നാൽ മുൻപ് പറഞ്ഞ ധൈര്യത്തിന്റെ പിൻബലത്തിലാണ് അത് വേണ്ടെന്ന തീരുമാനത്തിലെത്തിയത്. കുഞ്ഞില്ലാത്തതിനാൽ ഒരു സങ്കടം പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അത് ഓവർകം ചെയ്തു കഴിഞ്ഞതാണ്. ഇനി അത് ദുഃഖമല്ലെന്നും രേവതി വർഷങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ രേവതിക്ക് ഒരു കുഞ്ഞുണ്ട്, 7 വയസ്സുകാരിയായ മഹി. താരത്തിന്റെ ജീവിതത്തിലെ അധികം ആരും അറിയാത്ത ആ രഹസ്യം രേവതി പങ്കുവച്ചത് 3 കൊല്ലങ്ങൾക്ക് മുൻപായിരുന്നു. മഹിക്ക് അന്ന് 4 വയസ്സായിരുന്നു. പാരന്റ് സർക്കിൾ എന്ന പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം താനൊരു അമ്മയായി ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. രേവതി IVF ചികിത്സയിലൂടെയായിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ഭർത്താവ് സുരേഷ് മേനോനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമായിരുന്നു രേവതി ഈ തീരുമാനമെടുത്തത്. 1986 സംവിധായകനും ഛായാഗ്രഹനുമായ സുരേഷ് മേനോനെ വിവാഹം കഴിച്ചെങ്കിലും 2002 ഇവർ വേർപിരിയുകയായിരുന്നു. രേവതി ആദ്യം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ അത് നടന്നിരുന്നില്ല. അതിനുശേഷമാണ് ഒരു ഡോണറുടെ സഹായത്തോടെ IVF ചെയ്യാൻ തീരുമാനിച്ചതെന്ന് രേവതി മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഒരു കുഞ്ഞു വേണമെന്നത് എന്റെ ആഗ്രഹമായിരുന്നു. വേണമെന്ന് തോന്നിയപ്പോൾ നടന്നില്ല. നടന്നപ്പോൾ ഏറെ വൈകിപ്പോയി എന്ന് രേവതി നേരത്തെ പറഞ്ഞിരുന്നു. അതിനിടെ ആരാണ് കുട്ടിയുടെ പിതാവ് എന്ന് രേവതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച നടന്നിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് രേവതി കുറുക്കിക്കൊള്ളുന്ന മറുപടിയും പറഞ്ഞിരുന്നു. സദാചാരവാദികൾക്ക് രേവതി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്നും സറോഗസിയിലൂടെ ലഭിച്ചതാണെന്നും ഒക്കെ സംസാരമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഇവൾ എന്റെ സ്വന്തം രക്തമാണ്. ബാക്കിയെല്ലാം സ്വകാര്യമായിരിക്കട്ടെ. തന്റെ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ധൈര്യം കുറെ കഴിഞ്ഞാണ് ലഭിച്ചതെന്നും രേവതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. രേവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ അമ്മയാകുന്നതും അമ്മയായി അഭിനയിക്കുന്നതും രണ്ടും രണ്ടാണ്. മഹിയുടെ അമ്മയായത് എനിക്ക് ഒരു പുനർജന്മം പോലെയാണ്. ഒട്ടും എളുപ്പമല്ലാതെ എന്റെ റോൾ തന്നെ മാറ്റിമറിച്ചാണ് മഹിയുടെ ജനനം. ഈ ലോകത്തേക്കുള്ള അവളുടെ വരവിനെ എങ്ങനെയാണ് അവൾ സ്വീകരിക്കുക എന്ന് അറിയില്ല എന്നും ഇത് എന്റെ സ്വാർത്ഥതയാണോ എന്നും അറിയില്ലെന്നും താരം പറഞ്ഞിരുന്നു.
എങ്കിലും അവളോട് സത്യം പറയുമെന്നും അവൾ വളർന്നു വരുമ്പോൾ എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള ഉത്തരം എനിക്ക് ലഭിക്കുമെന്നും രേവതി വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ അവൾ കൈവച്ച് എന്നെ പരതി നോക്കും, എന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും. അമ്മ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന നിമിഷമാണത്. ഒറ്റയ്ക്ക് മകളെ വളർത്തുന്നതിന്റെ പ്രയാസങ്ങളുണ്ട്. അവളുടെ കൂട്ടുകാർ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്ക് ഡാഡി താത്ത ഉണ്ടെന്നാണ്. എന്റെ അച്ഛനെയാണ് അവൾ അങ്ങനെ വിളിക്കുന്നത്. എന്റെ അമ്മയും അച്ഛനും അനിയത്തിയും എനിക്കൊപ്പമുണ്ട്. മഹിയെ വളർത്താൻ അവരാണ് എനിക്ക് സപ്പോർട്ട് തരുന്നത്. അവരെല്ലാം മഹിയെ മകളെ പോലെയാണ് കാണുന്നത്. കുട്ടിയുടെ ജനനശേഷം പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് രേവതി മാറി നിൽക്കുകയാണ്. ചെന്നൈയിൽ അച്ഛനമ്മമാരോടൊപ്പമാണ് രേവതി ഇപ്പോൾ താമസിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.